മതവും രാഷ്ട്രീയവും ആധുനിക സമൂഹത്തിലെ യുവജനതയ്ക്ക് ആവശ്യമാണോ അല്ലയോ? ഇതൊരു പ്രസക്തമായ ചോദ്യമാണ്. ഈസ് പൊളിറ്റിക്സ് ആൻഡ് റിലീജിയൻ ഈസ് നെസസറി ടു ദ യൂത്ത്സ്? സമൂഹത്തിലെ യുവജനങ്ങൾക്ക് ഇത് വേണമോ വേണ്ടയോ? അതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന ചോദ്യം. ഇതില്ലാത്ത ഒരു സമൂഹം, മതമില്ലാത്ത ഒരു സമൂഹം, അല്ലെങ്കിൽ രാഷ്ട്രീയമില്ലാത്ത സമൂഹം, അരാഷ്ട്രീയവാദം വളർന്നു വരുന്ന ഒരു സമൂഹം, ഇതാണ് കൂടുതൽ പുരോഗമനപരം എന്നൊരു ചിന്താരീതി വരുന്നുണ്ട്. ഇതിൽ എന്തുമാത്രം യാഥാർത്ഥ്യമുണ്ട്? അതല്ലെങ്കിൽ എങ്ങനെ വേണം? ഒരു പ്രസക്തമായ ഒരു ചോദ്യം. മതം അതെന്തുമാവട്ടെ, ഹിന്ദുമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം എല്ലാം പ്രപഞ്ച അതീതമായ ഒരു സൃഷ്ടിയെ വിഭാവന ചെയ്യുന്നു. ഈശ്വരൻ സർവാതീതനാണ്. അദ്ദേഹത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവജാലങ്ങൾ ചലിക്കണം, മനുഷ്യരും ജീവിക്കണം. അതാണ് മതം. എല്ലാ മതവും അനുശാസിക്കുന്നതാണ്. രാഷ്ട്രീയം അനുശാസിക്കുന്നത് ഒരു ആദർശ ജീവിതം, അല്ലെങ്കിൽ ഒരു സാമൂഹികമായ കൂട്ടായ്മ, അല്ലെങ്കിൽ സാമൂഹികമായ നന്മ. എല്ലാവർക്കും വേണ്ടിയാണ് രാഷ്ട്രീയം. അങ്ങനെ സമൂഹത്തിൻ്റെ നന്മ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ആദർശങ്ങളാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉയർത്തി വരുന്നത്. എന്നാൽ രാഷ്ട്രീയത്തിൽ അഴിമതിയില്ലേ എന്ന് ചോദിക്കാം. ഉണ്ടാവാം. കാരണം ഒരേ സമൂഹത്തിൽ വളർന്നു വരുന്നവരാണ് എഞ്ചിനീയർമാരാകുന്നത്, ശാസ്ത്രജ്ഞന്മാരാകുന്നത്, രാഷ്ട്രീയക്കാരാകുന്നത്. ഇപ്പോൾ സാമൂഹികമായ മൂല്യച്യുതി ഉണ്ടാകുമ്പോൾ അതെല്ലാവരെയും ബാധിക്കും. അത് അക്കൂട്ടത്തിൽ രാഷ്ട്രീയത്തിലും കടന്നു വരാം. അപ്പോൾ അതിനെ മാത്രം ചൂണ്ടിക്കാണിക്കേണ്ട. ആ രീതിയിലേക്ക് പോകുമ്പോൾ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതത്തെ ആരാധിക്കുന്ന, മതവിശ്വാസമില്ലാത്ത, രാഷ്ട്രീയ വിശ്വാസമില്ലാത്ത ഒരു യുവതലമുറ വന്നാൽ സുന്ദരമാകും എന്നൊരു വിശ്വാസം, ആ പ്രമാണം ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഈ രാഷ്ട്രീയ ചിന്തയോ മതവിശ്വാസമോ തൊട്ടു തീണ്ടാത്ത ജനത, അവർ ഇതൊന്നുമല്ലെങ്കിലും വളർന്നു വരുന്ന തലമുറ ഒരു മാതൃക ഉണ്ടാക്കും. ആ മാതൃക, ഒരു മോഡലിനെ അവർ അനുകരിക്കും. അതെന്തുമാകാം. ഇത് രണ്ടുമില്ലാത്തടുത്ത് അവർ സിനിമാ താരങ്ങളെ ആയിരിക്കും ആരാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ സാമൂഹിക മാധ്യമങ്ങളിൽ മനുഷ്യ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന സിനിമാ താരങ്ങളെ ആയിരിക്കും അവർ ആരാധനാപാത്രങ്ങളായി എടുക്കുന്നത്. സിനിമ ഒരു കൺസ്യൂമറിസത്തിൻ്റെ ഉപോൽപ്പന്നമാണ്. മുതലാളിത്ത സംസ്കാരത്തിൻ്റെ ഉപോൽപ്പന്നമാണ് സിനിമ. അപ്പോൾ ആ സിനിമാ താരങ്ങളുടെ ജീവിതശൈലി അനുകരിച്ചാൽ ഒരു സമൂഹം എവിടെ ചെന്ന് നിൽക്കും എന്ന് പറയേണ്ടതേയില്ല. അതിൻ്റെ അവസാനം നമുക്കറിയാം. അപ്പോൾ ഇത്തരം നിങ്ങൾ ആലോചിച്ച് നോക്കുക. പരിഷ്കൃത സമൂഹത്തിലെ ആളുകളല്ലേ സിനിമാ താരത്തിന്, സിനിമാ നടിക്ക് ക്ഷേത്രങ്ങൾ പണിയുകയും പൂജ നടത്തുകയും ഒക്കെ ചെയ്ത് ഈ നൂറ്റാണ്ടിൽ നമ്മളുടെ ഇടയിലല്ലേ. കാരണം അവർക്ക് മാതൃകയാക്കാൻ മറ്റാരുമില്ല. അപ്പോൾ അവർ വഴിതെറ്റിപ്പോകും. അവർക്കാരോടും പ്രതിബദ്ധതയില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മാതൃകയാക്കുക. നമുക്ക് മാതൃകയെ കൊണ്ട് യുവജനങ്ങൾക്ക് മുന്നേറ്റം നയിക്കാൻ കഴിയുള്ളൂ. അഥവാ നമ്മുടെ മാതൃകയായി രാഷ്ട്രീയവും മതവും എല്ലാം നമ്മളെ ശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കും. അതാണ് കണ്ടുവരുന്നത്.